ഇന്ന് വാഴത്തോടപ്പൻ, നാളെ മുരിങ്ങയില തോരൻ, അത് കഴിഞ്ഞ ചീരത്തോരൻ. അത് ശരി. വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന പച്ചക്കറികൾ മുഴുവൻ എന്നെ കൊണ്ട് കഴിപ്പിക്കാന്ന് അമ്മ കരാറെടുത്തിരിക്കുകയാണോ? ഇത് നിനക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി തരുന്ന അല്ല, നിന്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഉണ്ടാക്കി തരുന്നതാ. അമ്മമാര് ജീവിച്ചിരിക്കുന്ന കാലത്തോളമേ ഇതുപോലുള്ള പ്രസവ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തു തരൂ. ഓ, അല്ലെങ്കിൽ ഇതൊക്കെ ആര് ശ്രദ്ധിക്കാനാ? ഇനി വല്യേച്ചി കടയിലുള്ള വലിയ പണികളൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വേദനയോ മറ്റോ ഉണ്ടായിപ്പോയാ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആരമ്മ ഒരു കൈസഹായത്തിനുള്ളത്? ഞങ്ങളീ പെണ്ണുങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് എന്ത് ചെയ്യാനമ്മ? ഒരു വണ്ടി വിളിക്കാൻ പോലും ആൾ കിട്ടില്ല. ഞാനേ ശാന്തയോട് 1-2 മാസം ഇവിടെ ഒന്ന് നിൽക്കാൻ പറയാം. ശാന്തയെ സ്ഥിരമായിട്ട് കടയിൽ നിൽക്കാൻ കിട്ടിയാലേ ശാരികയ്ക്ക് പൂർണ്ണമായും കടയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റൂ. ഇന്നലെ തന്നെ ആ തല്ലുള്ളി കുമാരൻ വന്നു നിന്ന് എന്തെല്ലാം ചീത്തയെ കടയിൽ നിന്ന് പറഞ്ഞെന്നറിയോ? ഞങ്ങളെയും വഴക്ക് പറഞ്ഞു, കടയിൽ ചായ കുടിക്കാൻ വന്നവരെയും പറഞ്ഞു. അവനെന്തു പറ്റി? ഓ, അല്ലെങ്കിൽ അവനൊരല്പം പട്ട് തലയ്ക്കുള്ളതാ. അയാൾക്കേ നല്ല അടി കിട്ടാത്തതിന്റെ സൂക്കേടാ. അയാള് നോക്കിയപ്പം ഇവിടെ ചോദിക്കാനും പറയാനും ആണുങ്ങളില്ലെന്ന് മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ ഇവിടെ എന്തു ആവാലോ. വിഷ്ണുവേട്ടൻ ഇടയ്ക്കൊക്കെ വന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇമാതിരി തലതെറിച്ചവന്മാരൊക്കെ ഈ ഭാഗത്തേക്ക് അടുക്കില്ലായിരുന്നു. വിഷ്ണുവേട്ടൻ അതിനിപ്പോ എവിടാന്ന് പോലും അറിയില്ലല്ലോ. ഇത് പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നും കേൾക്കുന്നു. ഹോട്ടലിലിപ്പോ ഇതിനെ കുറിച്ചുള്ള സംസാരമാ. ഇനി അവളുമായിട്ട് എവിടെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കുന്നുണ്ടോ അമ്മേ? അല്ല, ഈ ആണുങ്ങളുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ചെളി കണ്ട ചവിട്ടും, വെള്ളം കണ്ട കഴിയുകയും ചെയ്യും. അല്ല, നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ പിള്ളേരെ? ഭൂമിയിൽ ജീവനുള്ളവരെ കുറിച്ച് പറയുന്ന പോലെയാണോ ഇല്ലാത്തവരെ കുറിച്ച് പറയുന്നേ? ജീവനോടെ ഭൂമിയിലില്ലാത്തവരോ? വിഷ്ണു എന്നോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇല്ല, കാണാനില്ലാത്ത ആള്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആളെവിടെയാന്നറിയില്ല, എന്താ പറ്റിയതൊന്നും അറിയില്ല. അപ്പൊ പിന്നെ അയാളെ കുറിച്ച് നമ്മളെന്തിനാ അതും ഇതൊക്കെ പറയുന്നേ? അല്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടോ വിഷ്ണു പെണ്ണുങ്ങളായിട്ട് പോകുന്നേ? കണ്ടോന്ന്? അതിന് അമ്മ ഇങ്ങനെ ചൂടാവുന്ന എന്തിനാ? നാട്ടിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ ഒരാൺ തുണയില്ല. അച്ഛനാണെങ്കിൽ ആ ട്രാവൽസിൽ ജോലി ചെയ്ത് മുതൽ ഈ വഴിക്ക് വരുന്നതേ ഇല്ല.